ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഏറ്റവും വലിയ സവിശേഷതയായ, റമദാനിലെ തന്നെ ഏറ്റവും വലിയ സവിശേഷതയായ ലൈലത്തുൽ ഖദർ, ആ ഖദറിൻ്റെ രാത്രി, നിർണയ രാത്രി, വളരെ സുപ്രധാനമായ അതിമഹത്തായ രാത്രി, ഇതെല്ലാം ആ ഖദർ എന്ന പേരിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വം എന്ന അർത്ഥമുണ്ട്, നിർണയം എന്ന അർത്ഥമുണ്ട്, നിർണായകം എന്ന അർത്ഥമുണ്ട്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുടെ സമഞ്ജസമാണ് ഖദർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹത്തായ ആ രാത്രി നമുക്ക് ലഭിക്കുമ്പോൾ അത് എങ്ങനെയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്? ഖുർആൻ പാരായണം കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ പരിശുദ്ധ ഖുർആൻ രാത്രി 100 ആയത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ആ രാത്രി മുഴുവൻ സജീവമാക്കിയ പ്രതിഫലമാണ് ലഭിക്കുക. അപ്പോൾ ഖദറിൻ്റെ രാത്രിയിൽ 100 ആയത്ത് നമുക്ക് ഓതാനുള്ള അവസരം ലഭിച്ചാൽ, 100 ആയത്ത് നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ രാത്രി മുഴുവൻ സജീവമാക്കിയ പ്രതിഫലം നമുക്ക് അതിലൂടെ ലഭിക്കുന്നു. മറ്റൊരു ഇബാദത്താണ് ആ രാത്രി എഴുത്തിക്കാഫ്. എഴുത്തിക്കാഫ് എപ്പോഴും സുന്നത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് റമദാനിൽ എഴുത്തിക്കാഫിരിക്കുന്നത് സുന്നത്താണ്. അവസാനത്തെ 10 വളരെയധികം പ്രതിഫലമുള്ള ഇബാദത്ത് കൂടിയാണ് എഴുത്തിക്കാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എഴുത്തിക്കാഫിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എഴുത്തിക്കാഫിനെ കുറിച്ച് പറയുന്നു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അഖീറു അഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു വശദ്ദ മീസറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സജീവമാക്കുമായിരുന്നു. മാത്രമല്ല വഅഹ്യാ ലൈലഹു, അഹ്യാ ലൈലഹു, രാത്രി സജീവമാക്കും. വഅയ്ഖള അഹ്ലഹു, തൻ്റെ കുടുംബാംഗങ്ങളെ കൂടി വിളിച്ചുണർത്തും. വശദ്ദ മീസറഹു, തൻ്റെ അരയുടുപ്പ് ശക്തമായി ഉടുക്കുകയും ചെയ്യും. അഥവാ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയും മറ്റുമൊക്കെ സജീവമാക്കുന്നതിന് വേണ്ടി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിലെ അവസാനത്തെ 10 ഓരോ രാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിധത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ, വളരെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ ഈ രാത്രികളെ അഭിമുഖീകരിക്കുമായിരുന്നു എന്ന് മാത്രമല്ല, കുടുംബാംഗങ്ങളെ കൂടി അതിന് പാകപ്പെടുത്തുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ റമദാനിലും അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടവാങ്ങുന്ന ആ റമദാനിൽ അവസാനത്തെ 10 മാത്രമല്ല 20 ദിവസം സമ്പൂർണ്ണമായി എഴുത്തിക്കാഫിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് കാണാൻ കഴിയും. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു ഇബാദത്താണ്. കാരണം അള്ളാഹുമായി ലയിക്കാനുള്ള, അള്ളാഹുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാണ് എഴുത്തിക്കാഫിലൂടെ കൈവരുന്നത്. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിയിൽ നിസ്കാരത്തിൽ അടങ്ങിത്താമസിക്കുന്ന, അഥവാ കുറഞ്ഞ സമയം, ആ സമയം അടങ്ങിത്താമസിക്കുന്ന, അഥവാ റുക്കൂയിൽ പോയാൽ നാം എത്ര സമയം റുക്കൂയിൽ നിൽക്കുമോ അതിലും കൂടിയ ഒരു സമയം പള്ളിയിൽ താമസിക്കുക എന്നതാണ് എഴുത്തിക്കാഫ് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ
നിസ്കാരത്തിൽ അടങ്ങി താമസിക്കുന്ന സമയത്തേക്കാൾ കൂടുതലായി പള്ളിയിൽ താമസിക്കുക എന്നതാണ് എഴുത്തിക്കാഫ് എന്നതിൻ്റെ വിവക്ഷ. ആ എഴുത്തിക്കാഫിന് എന്തെല്ലാം വേണ്ടതുണ്ട്? ഒന്നാമതായി നിയ്യത്താണ് വേണ്ടത്, ഉദ്ദേശമാണ് വേണ്ടത്. ഞാൻ എഴുത്തിക്കാഫ് ഇരിക്കുന്നു എന്ന ബോധത്തോടു കൂടി എഴുത്തിക്കാഫ് പള്ളിയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അത് എഴുത്തിക്കാഫാകുന്നത്. പള്ളിയിൽ നാം എത്ര സമയം ചെലവഴിച്ചാലും അത് എഴുത്തിക്കാഫ് അല്ലാതെയായി മാറും നമുക്ക് നിയ്യത്തില്ല എങ്കിൽ. നാം വുളു എടുക്കുമ്പോൾ നിയ്യത്തോടുകൂടി മുഖത്തിലും കൈകളിലും മറ്റ് അവയവങ്ങളിലുമൊക്കെ വെള്ളം ഉപയോഗിക്കുമ്പോഴാണ് അത് വുളു ആയി മാറുന്നത്. അല്ലാതെ കേവലം മുഖം കഴുകുന്നതും കൈ കഴുകുന്നതും വുളു ആയി മാറാത്തതുപോലെ കേവലം പള്ളിയിൽ സമയം ചെലവഴിച്ചതുകൊണ്ട്, പള്ളിയിൽ ഇരുന്നതുകൊണ്ട്, പള്ളിയിൽ കിടന്നതുകൊണ്ട് അത് എഴുത്തിക്കാഫായി മാറുകയില്ല. അത് എഴുത്തിക്കാഫായി മാറണമെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നു. നവൈത്തുൽ എഴുത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ എഴുത്തിക്കാഫിനെ കരുതി എന്ന ആ ഉദ്ദേശത്തോടുകൂടി എഴുത്തിക്കാഫിരിക്കുമ്പോഴാണ് എഴുത്തിക്കാഫിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. എഴുത്തിക്കാഫിനുള്ള പ്രതിഫലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 1 മണിക്കൂർ ഒരാൾ എഴുത്തിക്കാഫിരുന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 70 കിടങ്ങുകൾ അകലം അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു നിശ്ചയിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരു കിടങ്ങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലത പറയുന്നത് 2 ചക്രവാളങ്ങൾക്കിടയിലുള്ള, ഉദയാസ്തമയ ചക്രവാളങ്ങൾക്കിടയിലുള്ള അകലം എത്രയാണോ അത്രയും വിശാലതയുള്ള 70 കിടങ്ങുകളുടെ അത്രയും വഴിദൂരം അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിക്കും. ഇബാദത്തിനായി, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായി പള്ളിയിൽ എഴുത്തിക്കാഫിരുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന, 1 മണിക്കൂർ എഴുത്തിക്കാഫിരുന്നവന് ലഭിക്കുന്ന പ്രതിഫലമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എഴുത്തിക്കാഫിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുമായി കൂടുതൽ അടുക്കാനും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുവാനും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുവാനും, അങ്ങനെ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നാം അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കാനും, അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും, നമ്മുടെ പോരായ്മകളെക്കുറിച്ച്, നമ്മുടെ വീഴ്ചകളെക്കുറിച്ച്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും, അതിനെല്ലാം പരിഹാരമായി കൊണ്ട് റബ്ബിനോട് എൻ്റെ പാപങ്ങൾ പൊറുക്കണം റബ്ബേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും അവസരം കൈവരികയാണ് എഴുത്തിക്കാഫിലൂടെ. അങ്ങനെ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് ആത്മീയമായി, മാനസികമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ, മറ്റ് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട്, എല്ലാ കണ്ണിൻ്റെയും കാതിൻ്റെയും അതുപോലെ തന്നെ വായുടെയും ഒക്കെ കുറ്റങ്ങളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വളരെ സൗകര്യപ്രദമായ, ഏറ്റവും ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഇബാദത്താണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. മാത്രമല്ല എഴുത്തിക്കാഫിലൂടെ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഒരു ദിവസം ഒരാൾ എഴുത്തിക്കാഫിരിക്കാൻ കരുതിയാൽ അതിലൂടെ ഒരുപാട് പുണ്യങ്ങളാണ് നമുക്ക് കൈവരുന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നു. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും, ആ അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരമായി നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെയായിപ്പോയ നന്ദിയെക്കുറിച്ച് വിലയിരുത്തുവാനും, നമ്മിൽ നിന്നുണ്ടായ നന്ദികേടിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്തുവാനും, അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള അവസരം കൈവരുന്നു. അതുപോലെ തന്നെ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അവസരമാണ് ഈ എഴുത്തിക്കാഫിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദുആ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധം ദുആ ആണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ വജ്രായുധമാണ് ദുആ എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം തോക്കും അതുപോലെ ബോംബും ആധുനികമായ യുദ്ധോപകരണങ്ങളല്ല നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ലക്ഷ്യം നേടാൻ നമ്മെ സഹായിക്കുന്നത്. മറിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ, നമ്മുടെ വിപത്തുകൾ നീങ്ങിക്കിട്ടാൻ നമുക്ക് ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ദുആ ആണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഅ്ജസുന്നാസി മൻ അജസ ഫി ദുആ,
ദുആ ചെയ്യാൻ മടി കാണിക്കുന്നവൻ, ദുആ ചെയ്യാൻ അശക്തിയുള്ളവൻ, ദുആ ചെയ്യാൻ കഴിയാതെ പോയവൻ, അവനാണ് ജനങ്ങളിൽ ഏറ്റവും കഴിവുകെട്ടവൻ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുആഇൻ്റെ സവിശേഷത, ദുആ ചെയ്യുന്നവന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ വജ്രായുധം ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്നു. എന്നാൽ ദുആ ചെയ്യാതെ പോകുന്നവൻ ഏറ്റവും കഴിവുകെട്ടവനായി, എല്ലാ ഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടവനായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ദുആ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു അതിന് പ്രതിഫലം തരും. ദുആഇന് ഒരു പക്ഷേ പ്രതിഫലം അപ്പോൾ തന്നെ ലഭിച്ചെന്നിരിക്കും, അവൻ ചോദിച്ചത് തന്നെ നൽകിയെന്നിരിക്കും. ചിലപ്പോൾ അങ്ങനെയല്ലാതെയും സംഭവിക്കാം. ഏതായിരുന്നാലും ഈ ലോകത്ത് നമ്മൾ ചോദിച്ചത് നമുക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരും. ഇനി ലഭിച്ചില്ലെങ്കിൽ തന്നെ നാളെ പാരത്രിക ലോകത്ത് നിന്ന് അതിനേക്കാൾ മെച്ചമായത് നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അങ്ങനെ അള്ളാഹു നമ്മെ സഹായിക്കാൻ ഇടയാകുന്ന ഒരു ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അരികിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് അവരുടെ സങ്കടം ബോധിപ്പിക്കുകയാണ്. അവരുടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, അവരുടെ ഒരു കുഞ്ഞിനെ കാണാതെ പോയി. അങ്ങനെ കാണാതെ പോയ കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട്, ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുമ്പോൾ ബഗ്ദാദിലെ വിശ്രുതനായ സൂഫിയാണ്, വലിയ ആത്മീയ തേജസ്സായിരുന്നു മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു. ബഗ്ദാദുകാരനാണ്, അതുകൊണ്ട് തന്നെ ജുനൈദുൽ ബഗ്ദാദി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്ന് സങ്കടം പറഞ്ഞു, മഹാനവർകളെ, എൻ്റെ കുഞ്ഞിനെ കാണാതെ പോയിരിക്കുന്നു, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ കുഞ്ഞ് തിരികെ കിട്ടാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞത്, ഇദ്ഹബി വസ്തബിരി, നീ ക്ഷമിച്ചോ, നീ വീട്ടിലേക്ക് പോയിക്കോ, നീ തിരിച്ചു പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചുപോയി. തൻ്റെ കുഞ്ഞിനെ ലഭ്യമായില്ല. രണ്ടാമതും മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നു സങ്കടം ആവർത്തിച്ചപ്പോൾ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ അതേ മറുപടി തന്നെ മറ്റൊന്നും വർദ്ധിപ്പിക്കാതെ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. വദ്ഹബി വസ്തബീരി, നീ ക്ഷമിച്ചോ, നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന മറുപടി പറയുകയും ആ സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിന്നെ മൂന്നാമതും ആ സ്ത്രീ ജുനൈദ് റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും സമീപിക്കുകയാണ്. വീണ്ടും സമീപിച്ച അവസരത്തിൽ ആ സ്ത്രീ പറഞ്ഞു, എനിക്കിനി ക്ഷമിക്കാൻ കഴിയില്ല, എനിക്കിനി പോകാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് എൻ്റെ എല്ലാ ക്ഷമയുടെയും അതിർത്തികൾ ലംഘിച്ചിരിക്കുന്നു, എനിക്കിനി യാതൊന്നിനും സാധ്യമല്ല, അങ്ങെനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ, അഥവാ നീ അങ്ങേയറ്റത്തെ വിഷമം നിനക്ക് ഉണ്ട് എങ്കിൽ, നീ വല്ലാതെ തളർന്നു പോയി എങ്കിൽ, നീ പറയുന്നത് കാര്യമാണെങ്കിൽ, നീ കരഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത് എങ്കിൽ, എന്നാൽ നീ ഇപ്പോൾ വീട്ടിൽ പോയിക്കോ, നിൻ്റെ മകനെ അവിടെ കാണാൻ കഴിയുമെന്ന് പറയുകയും അങ്ങനെ ആ സ്ത്രീ തിരിച്ചുപോയി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മകൻ അവിടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ, മകൻ തിരിച്ചു കിട്ടിയ ആ രംഗം കണ്ടപ്പോൾ ആ സ്ത്രീക്ക് വലിയ സന്തോഷമായി. അത് സന്തോഷത്തിന് പകരമായി അതിന് നന്ദിയായിക്കൊണ്ട് മഹാനവർകളെ സമീപിക്കുകയും ആ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല ജുനൈദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് തിരിച്ചു പോകാൻ ആദ്യത്തെ 2 പ്രാവശ്യവും പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം മകൻ വീട്ടിലുണ്ടാകുമെന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി എന്ന് മഹാനവർകളോട് ആ സ്ത്രീ ചോദിച്ചപ്പോൾ മഹാനവർകൾ പറഞ്ഞത്, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ്സൂഅ, വിപത്തുകളെ തടയാനും പ്രയാസം അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉത്തരം ചെയ്യാനും അള്ളാഹു അല്ലാതെ പിന്നെ ആരാണുള്ളത്? അത്തരക്കാർക്കല്ലാതെ പിന്നെ ആർക്കാണ് അള്ളാഹു ഉത്തരം ചെയ്യുക? നിങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസപ്പെട്ടു, നിങ്ങൾ വല്ലാതെ വിഷമിച്ചു, നിങ്ങൾ കരഞ്ഞ് കണ്ണുനീർ വാർത്ത് നിങ്ങൾ ആവശ്യമുന്നയിച്ചപ്പോൾ അള്ളാഹു അത് കേട്ടു, അള്ളാഹു അതിന് ഉത്തരം നൽകി എന്ന് മഹാനവർകൾ പറഞ്ഞതിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്, നാം കരഞ്ഞ് കണ്ണുനീർ വാർത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും, അള്ളാഹു അത് സഫലമാക്കും. അള്ളാഹു വിപത്തുകളാണെങ്കിൽ അത് നമ്മിൽ നിന്ന് അകറ്റി
വിപത്തുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകാര്യതയ്ക്ക് ഏറെ ഫലപ്രദമാണ് നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്ത് വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടെ തപിക്കുന്ന ഹൃദയത്തോടുകൂടെ നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു ഇത്തരത്തിലുള്ള ഇബാദത്തിലൂടെ പരിശുദ്ധ ഖുർആൻ പാരായണം, എഴുത്തിക്കാഫ്, ദുആ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ ലൈലത്തുൽ ഖദ്ർ നമുക്ക് അനുകൂലമാക്കാൻ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.